സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. നാടക സിനിമ കലാകാരിയായ ഹഫ്സത്ത് നിലമ്പൂർ. ജന്മം കൊണ്ട് ഞാൻ നിലമ്പൂരുകാരിയാണ്, പക്ഷെ കർമ്മം കൊണ്ട് ഞാൻ കോഴിക്കോട്ടുകാരിയാണെന്ന് തന്നെ അവകാശപ്പെടും. കാരണം വളരെ ചെറുപ്പത്തിലെ ഒരു കൗമാര പ്രായത്തിൽ തന്നെ ഞാൻ കോഴിക്കോടുമായി വല്ലാത്തൊരു ബന്ധം എനിക്കുണ്ട്. ഒന്നോ രണ്ടോ നാടകങ്ങൾ അമേച്ചർ നാട്ടിൽ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നിലമ്പൂർ ബാലേട്ടൻ കോഴിക്കോട് കളിത്തറ എന്നൊരു ട്രൂപ്പ് തുടങ്ങിയപ്പം ബാലേട്ടന്റെ നാടകത്തിലൂടെയാണ് ഞാൻ പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് ഞാൻ വരുന്നത്. അപ്പൊ അവിടെ ഒരു കുടുംബമാണ്. അത് കഴിഞ്ഞ് പിന്നെ പോകുന്നത് കോഴിക്കോട് കലിംഗ തിയേറ്റേഴ്സ് കേറ്റയുടെ വിക്രമേട്ടന്റെ സ്റ്റേജ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ എന്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാൻ കോഴിക്കോടുമായിട്ട് വല്ലാത്തൊരു ബന്ധമാണ്. ആ നാടകത്തിൽ സഹപ്രവർത്തകരാണ് സ്വന്തം സഹോദരന്മാരെ പോലെ. ഒരു അന്യരായിട്ട് എനിക്ക് ആരും തോന്നിയിട്ടില്ല. ഇന്നും ആ ബന്ധമാണ് ഇന്ന് നിലനിർത്തുന്നത്. അതാ ഞാൻ നിലമ്പൂരുകാരിയാണ്, എനിക്കിവിടെ കാര്യപ്പെട്ട ബന്ധങ്ങളൊന്നുമില്ല, അതെന്റെ ഹൃദയത്തിൽ കയറുന്നില്ല. അതുകൊണ്ട് വല്ലാത്തൊരു സ്നേഹം എനിക്ക് കോഴിക്കോട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിലെ ഞാൻ ആകാശവാണിയില് ആർട്ടിസ്റ്റായിട്ട് വന്നു. അപ്പം അവിടെയും എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞ കോഴിക്കോട് നഗരം കലാകാരന്മാരെയും വളരെ മനോഹരമായി സ്വീകരിച്ച ഒരു നാടാണ് കോഴിക്കോട്. കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് ടൗൺ ഹാള് എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു സ്ഥലമാണ്. ഇന്നും അതിൽ നടക്കുമ്പോൾ ഞാൻ ടൗൺ ഹാളിലെ ആ നാടകങ്ങളും കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളിലെ ആ സ്നേഹബന്ധം ഇതൊന്നും മറക്കാൻ കഴിയില്ല. വളരെ വളരെ സ്നേഹം മാത്രമേ ഉള്ളൂ കോഴിക്കോടിന്. കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടകം കണ്ടു കഴിഞ്ഞാൽ അഭിനന്ദിക്കാൻ ഒരു പിശുക്കും കാണിക്കാത്ത ജനങ്ങളാണ് കോഴിക്കോടുള്ളത്. അവര് കൂട്ടത്തോടെ വന്ന് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ആവേശം വരികയാണ് നാടകം ചെയ്യുമ്പോൾ. ഇവരെല്ലാവരും വന്നിട്ട് വളരെ നന്നായി, അതിനൊരു പിശുക്ക് കാണിക്കാത്ത സ്നേഹം മാത്രം വിളമ്പുന്ന ഒരു പ്രത്യേക ഓഡിയൻസ് തന്നെ കോഴിക്കോടുണ്ട്. ജനങ്ങള് അവരോട് എനിക്ക് എപ്പോഴും സ്നേഹമാണ്. അതാണ് എനിക്ക് കോഴിക്കോടിനെ കുറിച്ച് കലാകാരന്മാരോടുള്ള ആദരവ്, സ്നേഹം. ഇത് കോഴിക്കോടിന്റെ മാത്രം പ്രത്യേകതയാണ്. ആകാശവാണി കോഴിക്കോട്. നരിയും നരനും നാടകം. അപ്പൊ നിങ്ങൾക്കൊന്നും ഓർമ്മല്ലേന്ന്? ഞാൻ ഇവിടെ ഉള്ളപ്പോ കുടുംബശ്രീയില് കുറേ നടന്നതല്ലേ. അന്ന് മുതലുള്ള ബന്ധാ ഞങ്ങൾ തമ്മില്. ഓളിന്റെ ചെങ്ങാഴ്ചയാ. ഇങ്ങളെ അതും ഇതും പറഞ്ഞ് ഇന്റെ മോന്റെ കാര്യത്തിന്റെ ഗൗരവം കുറക്കണ്ട. എന്തിനാ ഇന്റെ മോനെ പോലീസ് പിടിച്ചത് കൊണ്ടായത്? അതിനുള്ള ഉത്തരം കേട്ട് പറയും, അല്ലെങ്കിൽ നിങ്ങളെ ചങ്ക് പിടിച്ച് ഞാൻ ഞെക്കി ഞാൻ. ഞാൻ തീർന്നു പോയാലോ പിന്നെ അന്ന നോക്കാൻ ആരാ ഉണ്ടാവൂല. അത് നിങ്ങൾ വെറുതെ വിചാരിക്കുക. ചക്ക മുറിച്ച് വെച്ചതാണെങ്കിലേ ഈ ചാബട വരും. ആവൂ, ഗൾഫിലെ തീറ്റിന്റെ ശക്തി എന്നാണ് എന്റെ മോളെ. എന്റെ മോനെ പോലീസ് എന്തിനാ കൊണ്ടത്? 4-5 പെറ്റിട്ട് ബാക്കിയായ ഒന്നുള്ളൂ എന്റെ കുട്ടി സലീം. ഉമ്മാന്റെ പള്ളേന്ന് വന്ന് ഭൂമിന്റെ പള്ളിയിലേക്ക് പോകുമ്പോ ഇങ്ങക്ക് നല്ല ഒരാൾക്കും ഒരു പെണ്ണിന്റെ കലപ്പിന്റെ വേദന അറിയില്ല. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി ബുധനാഴ്ച രാവിലെ 7:10.